നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളും. 4/3/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുറയുകയാണ്. ഇറാനും ഇസ്രായേലി സഖ്യവും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് ഏതാനും ആഴ്ചയ്ക്ക് മുമ്പ് വില കുതിച്ചിരുന്നു. വീണ്ടും അത് കുറഞ്ഞ് വരികയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേലുള്ള ആക്രമണവും എണ്ണ വില കുതിച്ചു കയറാൻ ഇടവരുത്തിയിട്ടുണ്ട്. എണ്ണവില കൂടിയതോടെ അമേരിക്കയിലടക്കം അവശ്യ വസ്തുക്കളുടെ വിലയുമാണ് ഇനി കൂടുക. 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 285, ഒരു പവൻ 2280 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി 22 ക്യാരറ്റ് ഗ്രാം 15,080, ഒരു പവൻ 1,20,640. അതുപോലെ 24 ക്യാരറ്റ് ഗ്രാം 16,451, ഒരു പവൻ 1,31,608. അതുപോലെ 18 ക്യാരറ്റ് ഗ്രാം 12,338, ഒരു പവൻ 98,704. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വിലയും കുറയുകയാണ്. രാവിലെ റബ്ബർ വില 220 ഉണ്ടായിരുന്നു, ഇപ്പോൾ 219. റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 219, RSS 5 കിലോ 214, ISNR 20 195, ലാറ്റക്സ് 60% ഡിയാക്സിന് 147.95 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം മാർക്കറ്റ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 219, RSS 5 കിലോ 214. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ 146, 60% DRC ഉള്ള ഒട്ടുപാൽ 109.50 പൈസ. വിദേശം നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 229.51 പൈസ, RSS 5 കിലോ 229.9 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. മുതിർന്ന CPM പ്രവർത്തകനായ G. സുധാകരൻ 63 വർഷത്തെ പാർട്ടി ചരിത്രമുള്ള അംഗത്വം പുതുക്കുന്നില്ലെന്ന്, പാർട്ടിയിൽ തുടർന്ന് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും G. സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ പ്രാദേശിക നേതൃത്വം തന്നെ അവഗണിച്ചുവെന്നും സംസ്ഥാന സെക്രട്ടറി താൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ലെന്ന തരത്തിൽ പറഞ്ഞുവെന്നും കളിയാക്കി ചിരിച്ചുവെന്നും ആരോപിച്ചിരുന്നു. വയസ്സാം കാലത്ത് ഐഷാപ്പോറ്റിയുടെ കൂട്ട് പാർട്ടി മാറുമോ എന്നാണ് മിക്ക ആൾക്കാരും ഉറ്റുനോക്കുന്നത്. വേണ്ട സ്ഥാനമാനങ്ങളെല്ലാം കിട്ടി അവസാനം മന്ത്രി വരെയായി നിനക്കുകയും വീണ്ടും LDF ഇടുമെന്ന് പറയുന്നത് വളരെ ഒരു പ്രതിഭാസം തന്നെയാണ്. അധികാരം കൈയാളുന്നവർ എപ്പോഴും അധികാരം തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഇതാണ്. എത്രയോ ചെറുപ്പക്കാർ എല്ലാ പാർട്ടിയിലും ഉയർന്നു വരുന്നുണ്ട്. അവർക്കും സ്ഥാനമാനങ്ങൾ വേണ്ടേ, അവർക്കും പെൻഷനും സമ്പ്രദായങ്ങളും വേണ്ടേ എന്നുള്ളത് ഈ വയസ്സായവരും കൂടി ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.